എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച വല്ലാത്ത ഒരു ധൈര്യമാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ ഹജ്ജാജ് എന്ന് പറയുന്ന ഭരണാധികാരി പിടിച്ചുകൊണ്ട് വരികയാണ്. ഹജ്ജാജിന്റെ മുന്നിലേക്ക് അനുയായികൾ പിടിച്ചുകൊണ്ടുവന്നു. ഹജ്ജാജ് പറഞ്ഞു, ഇവന്റെ തല എനിക്കെടുക്കണം, ഇവന്റെ തല വെട്ടാൻ എനിക്ക് അവസരം തരണം. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടി ഹജ്ജാജിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. തന്റെ ഉറകിൽ കിടക്കുന്ന വാള് വലിച്ചൂരിയിട്ട് അതാ ചിരിച്ചുകൊണ്ട് തല വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഹജ്ജാജേ, എന്നെ കൊല്ലാൻ പോകുകയാണോ? ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു, വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർദ്. ഖിബ്ലയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ചിട്ട് പറയുന്നു, ഹജ്ജാജേ, എന്റെ ജീവിതം അല്ലാഹുവിനുള്ളതാണോ? എല്ലാം അല്ലാഹുവിനുള്ളതോ? നീ എന്നെ വെട്ടിക്കൊന്ന എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ ഖിബ്ലയ്ക്ക് നേരെ കിടന്ന് നീ ചാകണ്ടടാ. തല പിടിച്ചിട്ട് തിരിച്ചു വെക്കുകയാണ്. വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിക്കുന്നു, ഹജ്ജാജേ, വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. എടാ, കിഴക്കിന്റെ അധിപനും പടിഞ്ഞാറിന്റെ അധിപനും അല്ല തന്നെയാ. എങ്ങോട്ടിട്ടാലും എനിക്കൊന്നുമില്ലടാ. ഹജ്ജാജിന് ദേഷ്യം വന്നു. തല പിടിച്ചു മണ്ണിന്റെ അകത്തേക്ക് താഴ്ത്തി വെച്ചിട്ട് പിരടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ, മണ്ണിലേക്ക് താഴ്ത്തി വെച്ചെന്ന് പറഞ്ഞ് എനിക്കൊന്നുമില്ല. കാരണം മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അല്ലാഹു മണ്ണിൽ നിന്നാണ് എന്നെ സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്ക് തന്നെയാണ് അല്ലാഹു എന്നെ മടക്കുന്നത്. ഹജ്ജാജിന് ദേഷ്യം വന്നു. പിടിച്ചു മലർത്തി കിടത്തുകയാണ്. കഴുത്തിൽ വെട്ടുന്നതിന് വേണ്ടി വാളുയർത്തുമ്പോ അപ്പോഴും ചിരിച്ചുകൊണ്ട് വിളിക്കുന്നു, ഹജ്ജാജേ, ഫൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എല്ലായിടത്തും അല്ലാഹുണ്ടടോ, എല്ലായിടത്തും പടച്ചവനുണ്ടടോ. ചിരിക്കുന്ന മുഖത്തോടെ കൊല്ലാൻ വാളുയർത്തിയവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാറ്. ആ ചങ്കൂറ്റം എവിടെന്നറിയുമോ? പ്രവാചകന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അല്ല കൊടുത്തതാ. മഹാനായ റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിച്ചപ്പോ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി. നേതാക്കന്മാര് മുഴുവനും ഭക്ഷണം കഴിക്കാനിരുന്നു. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലും ഭക്ഷണം കൊണ്ടുവച്ചു. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങി. പടച്ചവനെ, തന്റെ കയ്യിൽ നിന്ന് അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാ. റബീ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു ചിന്തിച്ചു, അല്ലാഹ്, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ എന്റെ പ്രവാചകന്റെ സുന്നത്താ. അതാ രാജാക്കന്മാരുടെ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ല. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് പാത്രത്തിലിട്ടിട്ട് അവിടെ നിന്ന് വാരി കഴിക്കുമ്പോ മുന്നിലിരുന്ന രാജാക്കന്മാരെ കളിയാക്കുകയാണ്. എച്ചില് വാരി തിന്നുന്നോ ആമിറ്? എന്തിനാ എച്ചില് തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്നത് മുഴുവനും നിനക്ക് തിന്നാനുള്ളതല്ലേ, എന്തിനാണ് എച്ചില് വാരി തിന്നുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ അവര് നിസാരമാക്കുമ്പോ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, എടാ പമ്പര വിട്ടികളീ, എടാ പമ്പര വിട്ടികള്, നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാരോ? രാജാവിന്റെ മുഖത്ത് നോക്കി ചോദിക്കാറുള്ള ധൈര്യം എവിടെ നിന്നാണ്? പ്രവാചകന്റെ ജീവിതം പിൻപറ്റിയോ അല്ലാഹു അവന് ധൈര്യം കൊടുക്കും. അവന്റെ ശത്രുവിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ലാഹു ഭയം കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ. അവളാരെയും ഭയപ്പെടണ്ട. പത്തവന്മാര് ഒരുമിച്ച് വന്നാലും മുട്ടിടിക്കൂടാ. താടി വളർത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്ക്. ലോകത്തൊരു മഖ്ലൂക്കിനെയും നീ ഭയപ്പെടണ്ട. എല്ലാരും നിന്റെ മുന്നിൽ ഭയക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ.